അല്ല മച്ചാനെ, എന്താണ് നീ ട്രൂ വാല്യൂ ഷോറൂമുകൾ തൃശ്ശൂർ ജില്ലയിലെയും പാലക്കാട് ജില്ലയിലും മാത്രം മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്ക് മറ്റുള്ള ജില്ലകളിലേക്കും പോയിട്ട് ഒരു ട്രൂ വാല്യൂ ഷോറൂം ഒന്ന് പരിചയപ്പെടുത്തി തന്നുകൂടാ? ഞങ്ങൾ മറ്റുള്ള ജില്ലക്കാർക്കും ഇതുപോലുള്ള ഷോറൂമുകളുടെ സർവീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് വാറന്റിയോട് കൂടിയിട്ട് വാഹനങ്ങൾ എടുക്കണ്ടേ, സർവീസ് കിട്ടണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ആയിട്ട് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഇനി മുതൽ മറ്റുള്ള ജില്ലയിലെയും മാരുതിയുടെ ട്രൂ വാല്യൂ ഷോറൂമുകൾ, അതായത് നമുക്ക് വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല യൂസ്ഡ് കാറുകളുടെ ഷോറൂമുകളുടെ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാനെന്നുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ ട്രൂ വാല്യൂ ഷോറൂമാണ്. അപ്പൊ എന്താണ് ഞാൻ ഈ ഷോറൂം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യമായിട്ട് ഒരു ജില്ലയിലെ മാരുതിയുടെ ട്രൂ വാല്യൂ ഷോറൂം നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചതിൽ മികച്ചത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് അത്രയും ഒരു നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ ഷോറൂം തപ്പിപ്പിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യൂസ്ഡ് കാർസ് വിറ്റഴിക്കുന്നത് മാരുതി ട്രൂ വാല്യൂ ഷോറൂമുകളിലൂടെയാണ്. അതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രൂ വാല്യൂ ഷോറൂമുകളുടെ ഡീലർമാരിൽ ഒരാളായിട്ടുള്ള നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ കൊച്ചി റീജിയനിൽ തന്നെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ ഷോറൂം ആയിട്ടുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ കാക്കനാട് ഷോറൂമിലാണ് ഞാനെന്നുള്ളത്. ഈ ഒരു ഷോറൂം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു ജില്ലയിലേക്ക് പോയിട്ട് ആ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഷോറൂം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സന്തോഷമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മികച്ച ഷോറൂമുകൾ അന്വേഷിച്ചിട്ട് ഈ ഷോറൂം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും മികച്ച സമയത്ത് തന്നെയാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. കാരണം മറ്റൊന്നല്ല, 2024 ഡിസംബർ മാസമാണ് ഈ വീഡിയോസ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് വളരെ വലിയ ഡിസ്കൗണ്ട് സെയിലാണ് വാഹനങ്ങൾ വിൽക്കപ്പെടുന്നത്. 2025 വരാൻ പോവുകയാണ്, പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കയറി വരും. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിലവിലുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വിറ്റഴിക്കണം. പരമാവധി ഓഫേഴ്സും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതായത് മുൻപ് കൊടുത്തിരുന്ന വിലയിൽ നിന്ന് പരമാവധി താഴ്ത്തിയിട്ടാണ് വാഹനങ്ങൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ വാഹനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണവും അതുപോലെ തന്നെ ഒരുപാട് ലാഭവും കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു യൂസ്ഡ് കാർ എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ മാസത്തിൽ ഈ ഷോറൂമിൽ നിന്ന് തന്നെ വാഹനങ്ങൾ എടുക്കാൻ പരമാവധി ശ്രമിക്കുക. നമ്മുടെ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നമ്മുടെ തൊട്ടടുത്ത് സെസ്സിന്റെ ഒക്കെ തൊട്ടടുത്താണ് ഈ ഷോറൂം ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കാക്കനാട് ട്രൂ വാല്യൂ ഷോറൂമിലേക്ക് വരിക. കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം എല്ലാ വാഹനങ്ങളും നമ്മൾ പരമാവധി നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷോറൂമിൽ ഒരു കസ്റ്റമർ വാഹനം എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമറിന് കിട്ടുന്ന ഗുണങ്ങളും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് ഈ ഷോറൂം മാനേജർ ആയിട്ടുള്ള ജോലിമാരാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മാഡം നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ജില്ല, അത് ഒരുപാട് ഷോറൂമുകൾ ഉണ്ട്. അപ്പോൾ ആ ഷോറൂമുകളൊക്കെ വിട്ടിട്ട് നമ്മുടെ കാക്കനാട് മാരുതി ട്രൂ വാല്യൂ ഷോറൂം, അതായത് പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിലേക്ക് വരുമ്പോൾ ഒരു കസ്റ്റമറിന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയും. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എടുക്കുമ്പം അത് വിശ്വസിച്ച് വണ്ടി എടുക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും അവരുടെ ആവശ്യം. അപ്പോൾ നമ്മുടെ ഇന്ന് വണ്ടി എടുക്കുമ്പോഴത്തേക്കിന്, അതായത് പേപ്പർ ഭാഗം ക്ലിയർ ആണ് എന്നുണ്ട്, വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു കസ്റ്റമറെ സംബന്ധിച്ചൊരു മെയിൻ കാര്യമാണ്. ഇപ്പൊ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ഇത് നമുക്ക് എത്ര വാറണ്ടി പീരീഡ് എങ്ങനെ വരുന്നത് വാഹനത്തിന്? അതായത് നമുക്ക് 9 years വരെയുള്ള വണ്ടികൾക്കാണ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. 9 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് നിങ്ങൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിന് നിങ്ങളിപ്പോ ഈ ഒരു വാഹനത്തിന് ഒരു എമൗണ്ട് പറഞ്ഞു, ആ എമൗണ്ടിനേക്കാളും കൂടുതൽ അഡീഷണൽ എന്തെങ്കിലും വാറണ്ടിക്ക് ആയിട്ട് എന്തെങ്കിലും നമ്മൾ പേയ്മെന്റ് ചെയ്യണോ? വേറെ ഒന്നും ആയിട്ട് നമ്മൾ മേടിക്കുന്നില്ല. ഈ പ്രൈസിൽ തന്നെയാണ് നമ്മൾ അതിനകത്തെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് കൊടുക്കുന്നത്. അതിനകത്ത് വേറെ ഇതൊന്നും പേയ്മെന്റ് ഒന്നും മേടിക്കുന്നില്ല, എക്സ്ട്രാ എമൗണ്ട് നമ്മൾ മേടിക്കുന്നില്ല. പിന്നെ നമുക്കിപ്പോ ഫിനാൻസ് എങ്ങനെയാണ് ഇവിടെ വണ്ടികൾ എടുക്കുമ്പോൾ? ഫിനാൻസ് ആണെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് പെയ്ഡ് ആണെങ്കിൽ നമുക്കൊരു 95% വരെ നമുക്ക് ലോൺ കിട്ടും. ഡിപ്പെൻസ് കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും. കസ്റ്റമറുടെ പ്രൊഫൈൽ നല്ലതാണെങ്കിൽ 95% വരെ ലോൺ ചെയ്യാൻ പറ്റും. പിന്നെ ലോൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാ സാധനങ്ങൾക്കും ലോൺ ഉണ്ട്. ഇപ്പൊ ലോൺ കിട്ടുന്ന ആള് അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പോകുന്ന ആള് ഒരു ചോദ്യം ചോദിക്കുക ഇതാണ്, ഇപ്പൊ നമ്മളൊരു വാഹനം എടുത്തിട്ട് 1 ലക്ഷത്തിന് ഒരു മാസം എത്ര EMI വരും? അതായത് 1 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ പെർ ലാക്കിന് ഒരു 5 years വരുമ്പോഴത്തേന് 2400 rupees ആണ് വരുന്നത്. 2400 രൂപ 5 വർഷത്തേക്കാണ്. അതെ, 5 yearsന് വരുമ്പോഴത്തേക്ക്. ഞാൻ വരുമ്പോ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, ഫ്രണ്ടിൽ ആൾട്ടോ കിടക്കുന്നുണ്ട്, ഷോറൂമിന്റെ ഉള്ളിൽ കയറിയപ്പോൾ അത് ബെൻസും കിടക്കണം. അപ്പൊ ഈ ഷോറൂമിൽ നമുക്കിപ്പോ ഏത് തരത്തിലുള്ള കസ്റ്റമറിനും വരാം എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശം കൂടി ഇവിടെ നമുക്ക് വന്നപ്പോൾ കാണാൻ സാധിച്ചു. അപ്പൊ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും ഉണ്ടോ ഇവിടെ നിലവിൽ? അതെ, നമുക്ക് തീർച്ചയായിട്ടും ഒരു 50,000 തൊട്ടുള്ള നമുക്ക് 50 lakhs വരെയുള്ള വണ്ടികളുണ്ട്. 50,000 രൂപ തൊട്ട് 50 ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ, 50 ലക്ഷം വരെയുള്ള വാഹനങ്ങളും ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു ഷോറൂമിലേക്ക് വരിക എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ചെറിയ വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരാം. അത്യാവശ്യം പ്രീമിയം സെഗ്മെന്റ് വാഹനം വേണമെങ്കിലും ഈ ഷോറൂമിലേക്ക് വരാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഉപകാരം അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടി ചോദിച്ച് മനസ്സിലാക്കാനുള്ളത്, അവിടെ പുറത്ത് പാർക്ക് ആൻഡ് സെയിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെ. അപ്പൊ ഈ പാർക്ക് ആൻഡ് സെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ നമ്മള് ഈ മാസം തുടങ്ങിയതാണ് പാർക്ക് ആൻഡ് സെയിൽ. നമ്മൾ ഇത് ചെയ്തു തുടങ്ങി. ഈ മാസം മുതലാണ് തുടങ്ങുന്നത്. അതെ അതെ, ഈ മാസം തൊട്ടാണ്. അപ്പോൾ ഏത് വണ്ടികൾക്കും നമുക്ക് വണ്ടി നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. പാർക്ക് ആൻഡ് സെയിൽ നമ്മൾ വണ്ടി ഉണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യണം, എനിക്ക് ഇത്ര വില കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുന്നു തരികയാണെങ്കിൽ
നിങ്ങൾ അത് സെയിൽ ചെയ്യേണ്ട കാര്യമൊക്കെ നിങ്ങൾ നോക്കും? അതെ, ഞങ്ങൾ ചെയ്തു തരും. ഞാൻ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് വേണം, ഇപ്പൊ മാരുതിയുടെ വാഹനം മാത്രമല്ല ഏത് വാഹനം ഏത് വാഹനമാണെങ്കിലും നമ്മൾ എടുക്കും. ഏത് വാഹനം. അപ്പോൾ പാർക്ക് ആൻഡ് സെയിൽ സൗകര്യം ഉണ്ട്, എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട്, വാഹനങ്ങൾ എടുക്കാൻ വാങ്ങാനൊക്കെ പറ്റുന്ന ഒരു ഷോറൂമാണ്. പിന്നെ ഈ ഷോറൂം ഏറ്റവും വലിയൊരു ഷോറൂമാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതായത് നമ്മുടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കൊച്ചിയിലെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ പോപ്പുലറിന്റെ ഗ്രൂപ്പിലെ ഏറ്റവും വലിയൊരു ട്രൂ വാല്യൂൻ്റെ ഒരു ഷോറൂമാണ് ഈ കാക്കനാട് ബ്രാഞ്ച് എന്ന് പറയുന്നത്. കാക്കനാട്, അതെ. അതായത് നമുക്ക് ഇത്ര വണ്ടികൾ, അതായത് ഒരു 100 വണ്ടികളും നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ടാവും. അതെ, നിലവിൽ സ്റ്റോക്ക് ഉണ്ടാവും. അതൊരു കസ്റ്റമറെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞാലും അവർക്ക് ചോയ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ കൊച്ചി ബ്രാഞ്ചിന്റെ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ബ്രാഞ്ചിന്റെ 7 ബ്രാഞ്ചോളം നമുക്ക് വരുന്നുണ്ട്. അതെ, 7 ബ്രാഞ്ചോളം വരുന്നുണ്ട്. ഇത് വരുന്ന കട്ടപ്പന, കോതമംഗലം, തൊടുപുഴ, പെരുമ്പാവൂര്, ചേർത്തല, മാമംഗലം, കാക്കനാട്. അപ്പോൾ ഈ ഷോറൂമിൽ ഇപ്പോൾ നിലവിലില്ലാത്തൊരു വണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ചിലപ്പോൾ വാഹനങ്ങൾ സെയിലായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഒരു വാഹനം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാഹനം നോക്കിയിട്ട് ഷോറൂമിലേക്ക് വന്നു വിചാരിക്കും, വാഹനം ഷോറൂമിലില്ല. അപ്പോൾ നിങ്ങളത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള വല്ല സെറ്റപ്പ് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക്, അതായത് പോപ്പുലറിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കസ്റ്റമർക്ക് ഡയറക്റ്റ് നമുക്ക് കയറി കാണാം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഷോറൂമിൽ വന്നു കഴിയുമ്പോഴത്തേന് മോണിറ്ററിൽ ഇട്ടിട്ട് സെയിൽസ് ഓഫീസർ അത് കാണിക്കുന്നുണ്ട്. പോപ്പുലറിൻ്റെ വെബ്സൈറ്റിൽ കയറുന്നു. പിന്നെ കൂടാതെ തന്നെ മാരുതിയുടെ വെബ്സൈറ്റും ഉണ്ട്. മാരുതിയുടെ വെബ്സൈറ്റിലും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതെ. കൂടുതലും നമുക്ക് പോപ്പുലറിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. പോപ്പുലറിൻ്റെ വെബ്സൈറ്റിലായിരിക്കും കൂടുതൽ വണ്ടികൾ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 7 ബ്രാഞ്ചിലായിട്ട് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടാവും? നമുക്കൊരു 500 വെഹിക്കിൾസോളം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. 7 ബ്രാഞ്ചിലായിട്ട് 500ഓളം വെഹിക്കിൾസിന്റെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ മാമംഗലം, ഒരു ഉദാഹരണം പറയാണ്, മാമംഗലത്തുള്ള ഒരു ഷോറൂമിലത്തെ ഒരു വാഹനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയാണ് സൗകര്യം ഡെലിവറി എടുക്കാനും വണ്ടി വന്ന് നോക്കാനൊക്കെ. അപ്പോൾ നിങ്ങളത് ഇവിടെ കൊണ്ടുവരാനുള്ള അറേഞ്ച് ചെയ്ത് തരും? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ കസ്റ്റമർക്ക് ഏതാണോ ലൊക്കേഷൻ അവർ പ്രിഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മളത് ചെയ്ത് കൊടുക്കും. നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് ഉണ്ടോ നമ്പറിൽ? വാട്സപ്പ് വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരും പരിഭവം പരാതി ഒന്നും പറയണ്ട. കാരണം ഒരുപാട് ആളുകൾ വീഡിയോസ് കണ്ട് ചിലപ്പോൾ ഒരുപാട് കോൾസ് ഒരേ സമയം വരും. അപ്പോൾ എടുക്കാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ കസ്റ്റമർ വരുമ്പോൾ എടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ എപ്പോഴാണെങ്കിലും റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കില്ല? തീർച്ചയായിട്ടും. ഏത് സമയത്ത് വന്നാലും ഒരു മെസ്സേജ് വന്നാലും നമ്മൾ അതിന് റിപ്ലൈ കൊടുത്തിരിക്കും. അതെ, ഏത് കസ്റ്റമർക്കാണെങ്കിലും. ഓക്കെ. അപ്പോൾ നമുക്ക് ഷോറൂമിലത്തെ വാഹനങ്ങൾ പരിചയപ്പെടാം. ഓക്കെ. അപ്പോൾ നമുക്ക് വാഹനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരുന്നത് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഡൊണാൾഡാണ്. ബ്രോ, സ്വാഗതം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. നമുക്ക് ആദ്യം സെലീറിയ മുതൽ തന്നെ തുടങ്ങാം അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2018 സെലീറിയ VX ആണ്. ഇത് കിലോമീറ്റർ 23,000 കിലോമീറ്റർ ആകെ ഓടിക്കുള്ളൂ. സിംഗിൾ യൂസ് ആണ്, സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അതെ, നമുക്കൊരു ഫുൾ ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വേറെ മേജർ ആക്സിഡന്റ് അങ്ങനെ വരാത്ത വണ്ടിയാണ്. പേപ്പറും കാര്യങ്ങളും ക്ലിയർ അല്ലേ? ഫുൾ ക്ലിയർ. പിന്നെ വേറെ കാര്യം ചോദിക്കാനുള്ളത്, അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണല്ലേ സെലീറിയ? സെലീറിയ നമുക്ക് ഈ മോഡൽ വരുമ്പോൾ നമുക്ക് K സീരീസ് എഞ്ചിനാണ്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ഉള്ള എഞ്ചിനാണ്. ഇതിന് വരുന്നത് നമുക്ക് എങ്ങനെ വരും സിറ്റി യൂസിൽ വിത്ത് AC ഒക്കെ വരുമ്പോൾ നമുക്കൊരു 17-18 റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഹൈവേയിൽ യൂസിലേക്ക് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് മൈലേജ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് VX-ൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇതിൽ കമ്പനി വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, പിന്നെ ഇത് 18 മോഡലുണ്ട്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്, ഡ്രൈവർ സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്, പിന്നെ 4 പവർ വിൻഡോ വരുന്നുണ്ട്. പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിലിപ്പോൾ പഴയ അഡീഷണൽ ആയിട്ട് സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്ത വണ്ടിയാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. വേറെ തട്ടമുട്ട ഒന്നുമില്ല. നമുക്ക് ഇത് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് കാറ്റഗറി ആണ്. പിന്നെ വാറണ്ടി വരുന്നുണ്ട് ഈ വണ്ടിക്ക്. ഒരു 6 months മാരുതി വാറണ്ടി വരുന്നുണ്ട്. 6 മാസത്തെ വാറണ്ടി, 6 മാസം അല്ലെങ്കിൽ 7,500 കിലോമീറ്റർ വരെ വാറണ്ടി കൊടുക്കും. പ്ലസ് 3 ഫ്രീ സർവീസും ഉണ്ടാവും. 3 ഫ്രീ സർവീസും കൊടുക്കാം. ഈ പറഞ്ഞ പോലെ നമുക്ക് തൊട്ടടുത്ത ഏത് നമുക്ക് ഓൾ ഇന്ത്യ ഏതെങ്കിലും അടുത്തായിട്ടുള്ള ഓതറൈസ് സർവീസ് സെന്ററിൽ കൂടെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതിന് എത്ര ചോദിക്കണം? വില എത്ര? ഇത് വരുന്നത് നമുക്ക് 4,40,000 പ്രൈസ്. 4,40,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ? നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഫിനാൻസ് ചെയ്യാൻ പറ്റും. എത്ര നമുക്ക് ലോൺ ചെയ്യാം? നമുക്കിപ്പോൾ 18 മോഡലായതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു 90-95% ആണ്. 95. ഓക്കെ. പിന്നെ ആ ഒരു കസ്റ്റമറുടെ പ്രൊഫൈൽ ഡിപ്പെൻസ് ആയിരിക്കും ഒരു കൺഫേം ഉണ്ട്. ഇപ്പോൾ 4,40 പറഞ്ഞ സ്ഥിതിക്ക് ഒരു 4 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 40 ഡൗൺ പേയ്മെന്റ് എന്നിട്ട് നമുക്ക് അത് ഓരോ കാറ്റഗറി സെഗ്മെന്റ് ആണ്. ഇപ്പോൾ IT ഒക്കെ ഫയൽ ചെയ്യണ, ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യണ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പോലെ ഒരു 95% കിട്ടുന്നുണ്ട്. 95 കിട്ടുമല്ലേ? പിന്നെ നോർമൽ കേസാണ് ഞാൻ പറഞ്ഞ 90 ആ റേഞ്ച് വരെ. നോർമലായിട്ട് 90% ഒരു 60-70 റേഞ്ച് നമുക്ക് അതിൽ കരുതിയാൽ നമുക്ക് വണ്ടി നല്ല രീതിയിൽ ഇറക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഈ വണ്ടി നല്ല ഏത് വണ്ടിയിലും ഇതുണ്ട്.
ഇത് ഡിസയർ VXA ഓട്ടോമാറ്റിക് 2017 മോഡലാണ്. 2017 മോഡൽ സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ യൂസ് ആണ്. കിലോമീറ്റർ ആകെ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 35,000 കിലോമീറ്റർ. അത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ സർവീസ് ഉള്ള വണ്ടിയാണ്. ഇതിനും ഈ പറഞ്ഞ പോലെ നമുക്ക് വാറന്റി ഉള്ള വണ്ടിയാണ്. എത്ര? ഇതിന് 6 months വാറന്റി വരുന്നുണ്ട്. 6 മാസം വാറന്റി വരുന്നുണ്ട്. സർവീസ് വരുന്നുണ്ടോ? ഫ്രീ സർവീസ് വരുന്നുണ്ട്. ഫ്രീ സർവീസ് വരുന്നുണ്ട്. എടാ നമ്മളിത് ഓട്ടോമാറ്റിക് എന്നല്ലേ പറഞ്ഞത്? അതെ. ഈ ഓട്ടോമാറ്റിക് നമ്മൾ മാനുവലിനെ സംബന്ധിച്ചിടത്തോളം മൈലേജ് കുറച്ച് കുറയുന്നു പറയുന്നത് ശരിയാണോ? ഇത് പറയുന്നത് AMT ആണ്. AMT എന്ന് പറയുന്നത് നമുക്ക് മാനുവൽ ഗിയർ ബോക്സിന്റെ വണ്ടിക്കകത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് മൈലേജ് വലിയ ഡിഫറൻസ് കാണിക്കത്തില്ല. ഡിഫറൻസും ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഡെയിലി യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാനുവൽ യൂസ് ചെയ്യണമെങ്കിൽ ഇതും യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യാം. മൈലേജ് അങ്ങനെ പ്രശ്നമൊന്നും പറ്റില്ല. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇത് വരുമ്പോൾ VXA ആയതുകൊണ്ട് ഇതിൽ സെൻട്രൽ ലോക്ക്, ഫോർഡോ പവർ വിൻഡോസ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, പിന്നെ ഫോഗ് ലംസ് ഒക്കെ വരുന്ന ABS കാര്യങ്ങളൊക്കെ ഉണ്ട്. ABS 2 എയർ ബാഗ് ഒക്കെ വരുന്ന മോഡലാണ്. 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോ നമ്മുടെ സർവീസ് എല്ലാം തീർത്തിട്ടുള്ള വണ്ടിയാണ്. എല്ലാം റെഡി ടു ഡെലിവറി കണ്ടീഷൻ ആണ്. ഫിനാൻസ് സൗകര്യം ഇതിന് മാക്സിമം ഫണ്ടിങ് കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഞങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? അപ്പോൾ ഇത് 6 lakhs ആണ് പ്രൈസ്. 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതിൽ നമുക്കൊരു 90% വരെ ലോൺ ചെയ്യാം. 95% ലോൺ ചെയ്യാം. ഇത് സെലേറിയോ VXI ഓട്ടോമാറ്റിക് തന്നെയാണ്. ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നതല്ലേ? സിംഗിൾ യൂസ് ആണ്. 71,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. മോഡൽ 16 മോഡൽ 2016 സിംഗിൾ ഓണർ വണ്ടി 71,000 കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ. VXI പറഞ്ഞ ഫീച്ചേഴ്സ് എന്തൊക്കെ വരും? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് നമുക്ക് 4 ഡോർ പവർ വിൻഡോയിൽ വരുന്നത്. മാനുവൽ ആയിട്ടുള്ള സെൻട്രൽ ലോക്ക്. മാനുവൽ സെൻട്രൽ ലോക്ക്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലടാ? അതെ. ഇതിപ്പോ വണ്ടി ജസ്റ്റ് വന്നേ ഉള്ളൂ. വന്നിട്ടുള്ളൂ. വൈകിട്ട് പർച്ചേസ് ആയ വണ്ടിയാണ്. അതാണ് ഇങ്ങനെ ഈ ഒരു സ്ക്രാച്ചും ഈ തട്ടുമുട്ടൊക്കെ ഫുള്ള് ക്ലിയർ ചെയ്യും. നമ്മൾ നേരത്തെ കാണുന്ന വണ്ടികൾ പോലെ ആ ഒരു വർക്കൊക്കെ ചെയ്ത് പക്ക നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. കസ്റ്റമർ വണ്ടി എടുത്തതിന് ശേഷം വേറെ വർക്കൊന്നും ചെയ്യേണ്ട ചെയ്യേണ്ടതില്ല. എല്ലാം ക്ലിയർ ചെയ്ത് കസ്റ്റമറിന്റെ കയ്യിൽ കൊടുക്കണല്ലേ? അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 4,10,000 പ്രൈസ് തന്നെ. 4,10,000 ചോദിക്കുന്നത്. ഒരു 3,50,000 60,000 റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? 50 രൂപ 40 രൂപ റേഞ്ചിൽ റേഞ്ചിൽ വരെ നമുക്ക് നോക്കിയെടുക്കാം. പിന്നെ വെച്ചാൽ ഇത് 2016 ആണെങ്കിലും പോലും നമുക്ക് വാറന്റി കൊടുക്കുന്നുണ്ട്. വാറന്റി കൊടുക്കുന്നുണ്ടല്ലേ? പക്ഷേ ഇതിന് നമ്മുടെ പോപ്പുലർ വാറന്റി എന്ന് പറഞ്ഞൊരു സ്കീമിൽ നമ്മൾ ഈ വണ്ടിക്ക് വാറന്റി കൊടുക്കും. അതായത് നിങ്ങളുടെ പോപ്പുലർ കമ്പനി കൊടുക്കുന്ന വാറന്റി. അതായത് നമുക്ക് അത് എല്ലാ ട്രൂ വാല്യൂ കിട്ടത്തില്ല. നമ്മൾ പോപ്പുലർ മാത്രമേ ആ ഒരു ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് ഒരു പ്ലസ് പോയിന്റ് പോലെ ചെയ്ത് കൊടുക്കണം. അതെത്ര നമുക്ക് ടൈം പീരീഡ് കിട്ടുന്നത്? അത് 1 year അല്ലെങ്കിൽ 10,000 കിലോമീറ്റേഴ്സ് ആണ്. ഒരു വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ പോപ്പുലറിന്റെ ഒരു വർഷത്തെ വാറന്റി വാഹനത്തിനുണ്ട് അല്ലേ? റെനോൾട്ടിന്റെ ക്വിഡ് RXT ആണ്. ഇതിന്റെ ഫുൾ ഓപ്ഷൻ സെഗ്മെന്റ് ആണ് വരുന്നത്. അതായത് ഇതില് ഫുൾ ഓപ്ഷൻ ആണ് ഈ വണ്ടിയിൽ. അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ളതൊക്കെ? ഇത് വരുന്നത് 2015 മോഡലാണ്. 2015 RXT കിലോമീറ്റർ 39,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് 3rd ആണ് തന്നെ. 3ാമത്തെ ഓണർഷിപ്പ് ആണ്. പക്ഷേ 39,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. വേറെ കംപ്ലൈന്റ് മേജർ ആക്സിഡന്റ് ആണ്. ഇതിപ്പോ നമ്മുടെ സർവീസ് എല്ലാം തീർത്തിട്ടാണ്. മൾട്ടി ബ്രാൻഡ് ആണെങ്കിൽ പോലും നമ്മുടെ സൈഡിൽ നിന്ന് ഫുൾ സർവീസ് എല്ലാം ചെയ്തിട്ട് വണ്ടി ഡിസ്പ്ലേ എടുത്തുള്ളൂ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഇൻഷുറൻസ് ആയാലും പൊല്യൂഷൻ എല്ലാം പക്കയാണ്. ചോദിക്കുന്ന വില എത്ര? ഇത് 2,20,000 രൂപ. 2,20,000 ചോദിക്കുന്നത്. ഇത് ലോൺ ചെയ്യാൻ പറ്റും? ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു 4 to 5 years വരെ ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റും. ചെറിയ എമൗണ്ടിൽ വിൽക്കുന്ന വാഹനമാണെങ്കിൽ കൂടി ഇതിന് നമുക്ക് അത്യാവശ്യം നല്ല ലോണും കാര്യങ്ങളും കിട്ടും. ഒരു 1,70,000 നമുക്ക്. ഇതാകുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് EMI എമൗണ്ട് മാക്സിമം കുറഞ്ഞ റീലിൽ നോക്കാൻ ആൾക്കാരുണ്ടാവും. ആ ഒരു സെഗ്മെന്റിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലും കൂടിയാണ്. ചെറിയൊരു വാഹനം 50 രൂപ ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ ബാക്കി ചെറിയ എമൗണ്ട് ലോൺ ഇട്ടിട്ട് ചെറിയ EMI നമുക്ക് നിൽക്കും. ഒരു ബൈക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ചെറിയ എമൗണ്ടിൽ നമുക്ക് EMI ഇട്ട് പോകാം. ഓക്കെ. അടുത്തായിട്ട് വാഹനപ്രേമികളുടെ ഇഷ്ടപ്പെട്ട വാഹനം മാരുതി സ്വിഫ്റ്റ്. ഇത് VXA ഓപ്ഷനിലാണ്. VXA ഓപ്ഷനിലാണ് വേരിയന്റ് അല്ലേ? ഓണർഷിപ്പ് ഇത് സിംഗിൾ യൂസ് ആണ്. മോഡൽ എത്ര വരും? ഇത് 2016 മോഡൽ. 2016 മോഡൽ സിംഗിൾ യൂസ് വണ്ടിയല്ലേ? പെട്രോൾ എഞ്ചിൻ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുമോ? അതെ. നമുക്ക് ഈ ഒരു മോഡൽ അത്യാവശ്യം ബോഡി വെയിറ്റ് ഉള്ള ഒരു മോഡലാണ്. ഇപ്പോഴത്തെ നമുക്ക് ഈ 2018, 20 ആ ഒരു സെഗ്മെന്റ് സ്വിഫ്റ്റ് പോലെ അല്ല. നമുക്ക് അതിനെക്കാട്ടും ഒരു 74 കിലോ കൂടുതലാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതായത് ബോഡി വെയിറ്റ് ഉണ്ട് വണ്ടിക്ക് അല്ലേ? 4 സിലിണ്ടർ വണ്ടി. ഇതിന് VXA ഓപ്ഷനിൽ ഈ ഓപ്ഷനിൽ പറയുന്ന ഈ ഒരു വേരിയന്റിൽ 2 എയർ ബാഗ് വരുന്നുണ്ട്. 2 എയർ ബാഗ് ABS ഉണ്ടാവും. അപ്പോൾ 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ. അത് നോർമലി VXA വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർഡോ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നത്. പിന്നെ ആ കൂട്ടത്തിൽ 2 എയർ ബാഗ് ABS അഡീഷണലി വണ്ടിക്കകത്ത്. ABSും എയർ ബാഗ് വരുന്നതുകൊണ്ടാണ് VXA ഓപ്ഷനിലായിട്ട് വരുന്നത്. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? സിംഗിൾ യൂസ് ആണ്. പിന്നെ കിലോമീറ്റർ 97 ഓടിയിട്ടുണ്ട്. 97,000 കിലോമീറ്റർ. അത് ഒരാളെ ഉപയോഗിച്ചാണ്, കൈമാറി ഉപയോഗിച്ചിട്ടില്ല. അതായത് ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 4,45,000 വരും. 4,45,000 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. 16 ആയതുകൊണ്ട് നമുക്ക് വാറന്റിയും കൊടുക്കാനും പറ്റും.
നമുക്ക് മാക്സിമം ഫണ്ടിങ് വാറണ്ടി എത്ര കൊടുക്കണം? ഇതിന് 1 ഇയർ കിട്ടും. 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു സ്വിഫ്റ്റ് കാർ, വേറെ സ്ക്രാച്ചോ തട്ടമുട്ടോ ഒന്നും ഇല്ല. കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ സർവീസ് ഒക്കെ തീർത്തിട്ടാണ് വേണ്ടിയാണ്, എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തിട്ട് വിൽക്കാനായിട്ട് സെയിലിന് വെച്ചിട്ടുള്ള വണ്ടി. ഡെലിവറി കണ്ടീഷൻ. ഓക്കെ. അടുത്തത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ആൾട്ടോ 800 അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2019 മോഡലാണ്. 2019 മോഡൽ. 19 ഇത് വന്ന് രജിസ്ട്രേഷൻ ലാസ്റ്റ് ആണ് 2019 നവംബർ ടൈം ആണ്. അതുകൊണ്ട് ഇത് BS6 വണ്ടിയും കൂടിയാണ്. BS6 ആണ് വരുമ്പോൾ സെക്കൻഡ് യൂസർ ആണ്. കിലോമീറ്റർ 34,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 34,000 കിലോമീറ്റർ. ഇത് ആൾട്ടോ നിർത്തുമ്പോൾ ആ മോഡലാണോ? അതായത് ഓൾട്ടോ 2021 ആ ഒരു മോഡൽ വരെ ഓൾട്ടോ 800 ഉണ്ട്. അതിനുശേഷം പിന്നെ ഇറക്കുന്നത് ഓൾട്ടോ K10 സെഗ്മെന്റ് ആണ്. പക്ഷെ അത്യാവശ്യം നമുക്ക് മൂവ്മെന്റ് ഉള്ള ഒരു വെഹിക്കിൾ ഇതാണ്. ഓക്കെ. കാരണം ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു തന്നെ ഒരു മോഡലും കൂടിയാണ് ഓൾട്ടോ 800. കാരണം ഒരു ചെറിയൊരു ഫാമിലി കാർ, സാധാരണക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട. അതെ, നമുക്ക് ഇപ്പോൾ സെക്കൻഡറി കാറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചെറിയൊരു 3 പേര് 4 പേര് അടങ്ങുന്ന ഒരു ഫാമിലിക്കകത്ത് ഉപയോഗിക്കാൻ പറ്റുകയാണ്. മെയിനായിട്ട് ഈ എറണാകുളം പോലെ ഏരിയയിൽ നമുക്ക് ഈ ബ്ലോക്കിൽ കൂടെ ചെറിയൊരു വണ്ടി അത്യാവശ്യം മൈലേജോടെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. വലിയ വണ്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെക്കൻഡറി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം മൈലേജും കാര്യങ്ങളുണ്ട്. അതെ. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 3,21,000 രൂപ. 3,21,000 രൂപയാണ് ചോദിക്കുന്നത്. അല്ലേ? ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാം. ഇത് മാക്സിമം ഫണ്ടിങ് നമുക്കൊരു 90-95% ഫണ്ടിങ് ചെയ്ത് തുടങ്ങാം. ഇതിൽ എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ്? LX ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് വിൻഡോ, പവർ വിൻഡോ, പിന്നെ നമുക്ക് സിംഗിൾ എയർ ബാഗ് വരുന്ന മോഡാണ്. സിംഗിൾ എയറും ABS-ഉം വരുന്നുണ്ട്. ABS-ഉം എയർ ബാഗ്. അതായത് ഒരു സാധാരണ ചെറിയൊരു വാഹനത്തിൽ അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ അതുപോലെയൊക്കെ ഒരു വാഹനം താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെ ഇതിൽ. മാരുതിയുടെ സെഡാൻ സെഗ്മെന്റിൽ ഏറ്റവും ഹിറ്റായ വാഹനങ്ങളിൽ ഒന്നാണ് സിയാസ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2018 മോഡൽ സിയാസ് ആൽഫ ആണ്. അതായത് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ്, സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ യൂസ് ആണ്. ഇത് പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ എഞ്ചിൻ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വന്ന മോഡലും കൂടിയാണ്. ആൽഫ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്തുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ യൂസ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 48,000 കിലോമീറ്റർ ആകെ ഓടിക്കും. അത് കമ്പനി സർവീസ് ആണോ? കമ്പനി ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഈ ആൽഫ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷനിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയുള്ളത്? നമുക്ക് മെയിൻ ആയിട്ട് കീലെസ് എൻട്രി ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന മോഡലാണ്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അത്യാവശ്യം, പിന്നെ അലോയ്സ് വരുന്നുണ്ട്. അലോയ്, പിന്നെ നിലവിൽ പുതിയ ടയേഴ്സ് ആണുള്ളത്. അതെ. സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കമ്പനിയിൽ ഇങ്ങനെ വരുന്നതാണല്ലേ? എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. 6 months മാരുതി വാറണ്ടി ഉള്ള ഒരു മോഡലാണ് ഇത്. 6 മാസത്തെ വാറണ്ടി ഉണ്ട്. സർവീസ് ഉണ്ട്. ഫ്രീ സർവീസ് ഉണ്ട്. ഫ്രീ സർവീസ് ഉണ്ട്. 6 മാസത്തെ വാറണ്ടി ഉണ്ട്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 750 ആണ് പ്രൈസ്. 7,50,000 രൂപ വരെ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇത് മാക്സിമം ഫണ്ടിങ് ചെയ്യാൻ പറ്റും. 18 മോളായിട്ട് നമുക്ക് എങ്ങനെ ഒരു 95% ഈ വെഹിക്കിളിന് കിട്ടും. 95% വരെ ലോൺ സൗകര്യം, 6 മാസത്തെ വാറണ്ടി, ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ലോഡ് വണ്ടിയാണ്. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടി ഇല്ലാത്ത വാഹനമാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ പ്രത്യേകിച്ചിട്ട് യുവാക്കളുടെ ഏറ്റവും ഹരായിട്ടുള്ള ഫോക്സ് വാഗന്റെ പോളോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2017 മോഡൽ വോക്സ് വാഗൻ പോളോ ട്രെൻഡ് ലൈൻ ആണ്. അതായത് ബേസ് വേരിയന്റ് ആണ്. സിംഗിൾ യൂസ് 46,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ എഞ്ചിനാണ്. സിംഗിൾ യൂസ് ആണ് വരുന്നത്. അതായത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ? 46,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനമാണ്. 2017 എന്നല്ലേ പറഞ്ഞു? 17 മോഡൽ. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഈ ബേസ് വേരിയന്റ് വരുമ്പോൾ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 പവർ വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ 2 എയർ ബാഗ് ABS വരുന്ന മോഡലാണ്. എയർ ബാഗ് ABS കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ബേസ് മോഡലാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണല്ലേ? വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല? തട്ടമുട്ടോ റീപ്ലേസോ കാര്യങ്ങളോ? ജസ്റ്റ് വണ്ടി വന്നേ ഉള്ളൂ. കസ്റ്റമർ വീട്ടിൽ നിന്ന് കൊണ്ട കണ്ടീഷനാണ് വണ്ടി. ഇതിപ്പോ നമ്മുടെ സർവീസ് ഒക്കെ ചെയ്തിട്ട് വേണ്ടി തരുന്നത്. പിന്നെ 1 ഇയർ വാറണ്ടിയും തരുന്നുണ്ടാവും. അതെ. അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 4,60,000. 4,60,000. നമുക്കിത് ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ 17 മോഡലിൽ നമുക്കൊരു 4-5 കൊല്ലം വരെ ലോൺ ചെയ്യാൻ പറ്റും. 4-5 വർഷത്തേക്ക് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വാറന്റിയോട് കൂടിയിട്ട് ഒരു ഫോക്സ് വാഗന്റെ പോളോ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളർ അല്ലേ? അതെ. നല്ലൊരു വാഹനം തന്നെയാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ഹ്യുണ്ടായി കമ്പനിയിൽ അത്യാവശ്യം എൻക്വയറീസും കാര്യങ്ങളും, അതായത് ആവശ്യമുള്ള ഒരു വാഹനമാണ് i20. പ്രത്യേകിച്ച് ഈ ഒരു മോഡൽ, ഈ എലൈറ്റ് മോഡൽ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2014 എലൈറ്റ് ഈ മോഡൽ സ്റ്റാർട്ടിങ് വന്നത്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പോൾ ഇത് 2014 i20 എലൈറ്റ് സ്പോർട്സ് ഓപ്ഷൻ ആണ്. അതെ. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർഷിപ്പ് തേർഡ് ആണ്. 99,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പെട്രോൾ ഡീസലാ? പെട്രോൾ എഞ്ചിനാണ്.
പിന്നെ നമുക്കൊരു പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നമുക്ക് ഈ ഒരു വണ്ടി മേടിക്കാൻ പറ്റും. പ്രൈസ് നമുക്ക് വരുന്നത് 3,43 വരുന്നുള്ളൂ. 3,43,000 രൂപ വരുന്നുള്ളൂ. അതിൽ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാനും പറ്റും. ലോണും ചെയ്യാൻ പറ്റും. ഇത് ഈ സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? നമുക്ക് ഇതിലിപ്പോ AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോസ്, പിന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, കമ്പനി അലോയ്സ് വരുന്നുണ്ട്, ABS എയർ ബാഗ് വരുന്ന മോഡൽ എല്ലാം ഉണ്ട്. ഇത് അലോയ് വീൽ വരുന്നുണ്ട്, കണ്ടീഷൻ ടയേഴ്സ്, പിന്നെ തട്ടമുട്ടോ റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്? ഇതിപ്പോ പർച്ചേസ് കണ്ടീഷനാണ്. ഇതിലിപ്പോ നമ്മുടെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ള് ക്ലിയർ ആയിട്ട് വണ്ടി കൊടുക്കും. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് വണ്ടി സെയിൽ ചെയ്യുന്ന സമയത്ത്, കസ്റ്റമർ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ ലോൺ സൗകര്യം ലഭ്യമാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റോഡിലെ കിങ്, അതായത് പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങളുടെ തലതൊട്ടപ്പം എന്നറിയപ്പെടുന്ന ബെൻസ് അല്ലേ? അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2017 മോഡല് മെഴ്സീഡീസ് ബെൻസിന്റെ E350D എന്നാണ് മോഡലാണ്. ഡീസൽ വെഹിക്കിൾ ആണ്. ഈ ക്ലാസ് 350 ആണ്. 350. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് സിംഗിൾ യൂസ് ആണ്. ഒറിജിനൽ KL 07 വണ്ടിയാണ്. അതായത് ഈ വണ്ടിയല്ല. ഇതുപോലുള്ള വാഹനങ്ങളുടെ വീഡിയോസ് ആണെന്ന് ഒട്ടുമിക്ക ആളുകളും വിചാരിക്കുക ഇത് അതർ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് രജിസ്ട്രേഷൻ മാറ്റി കൊടുക്കുകയാണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ്. പിന്നെ ഈ ഒരു ഷോറൂമിൽ നമ്മൾ മാരുതിയുടെ വെഹിക്കിൾസ് മാത്രമല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇവിടെ സാധാരണ ഓൾട്ടോ മുതൽ ഇതുപോലെയുള്ള പ്രീമിയം സെഗ്മെന്റ് വാഹനം വരെ ഈ ഒരു ഷോറൂമിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ അന്വേഷിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂമിലേക്ക് വരാവുന്നതാണ്. ഇതിന്റെ വില എത്ര ചോദിക്കുന്നത്? ഇത് വരുന്നത് 49 lakhs ആണ് പ്രൈസ് വന്നേക്കണേ. അതിന് ഡിഫറൻസ് വരുന്നുണ്ടാവും, ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 49 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അപ്പോൾ ഇതുപോലെയുള്ള വാഹനങ്ങളൊക്കെ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ, ഒറിജിനൽ കേരള വാഹനം അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക. നിലവിൽ പുതിയതായിട്ട് വന്ന സ്റ്റോക്ക് അല്ലേ? പുതിയതായിട്ട് ഇന്ന് ഞാൻ വന്നപ്പോൾ വന്ന സ്റ്റോക്ക് അല്ലേ? ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ വന്ന് കയറിയിട്ടുള്ള പുതിയ സ്റ്റോക്കാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.